എൽസിയോ എന്നൊരു കമ്പനിയുടെ ഒരു വൈഫൈ സ്മാർട്ട് ഡോർ ലോക്കാണിത്. ഇതിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡോർ ലോക്ക് ഒരു ഡോറിൽ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം ഡോറിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഡോർ ലോക്കിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അൺലോക്ക് ചെയ്യാം. അതുകൂടാതെ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അൺലോക്ക് ചെയ്യാം. അതേപോലെ NFC കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അൺലോക്ക് ചെയ്യാം. കൂടാതെ മാനുവൽ കീ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതേപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടും നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്യാം. ഇത്തരം പ്രത്യേകതകളാണ് ഇതിന് ഉള്ളത്. ഈ ലോക്ക് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഡോറിൻ്റെ തിക്നെസ് 3 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഇതിൻ്റെ ലോക്ക് ബോഡി വരുന്നത് 2.5 സെൻറ്റിമീറ്റർ തിക്നെസ്സാണ് വരുന്നത്. അപ്പോൾ അത് അകത്ത് കയറി പോകുന്ന രീതിയിൽ 3 സെൻറ്റിമീറ്റർ തിക്നെസ് എങ്കിലും വേണം. ഈ 3 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ ഒരു 10 സെൻറ്റിമീറ്റർ വീതിയും കൂടി വേണം. അതായത് ലോക്കിൻ്റെ ഫുൾ ബോഡി കയറി പോകാൻ പാകത്തിന് ഒരു 10 സെൻറ്റിമീറ്റർ വീതിയിൽ 3 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള ഡോറ് ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഡോറിൻ്റെ മെയിൻ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഡോർ ലോക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഡയഗ്രാം വരുന്നുണ്ട്, ലോക്ക് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ കീ കാര്യങ്ങൾ വരുന്നുണ്ട്, യൂസർ മാനുവൽ ഉണ്ട്. ഇത് ഫിറ്റ് ചെയ്യാൻ ആവശ്യമായ കംപ്ലീറ്റ് പ്രോഡക്റ്റുകൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഞാൻ ഈ ഒരു ലോക്ക് ഫിറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു സ്റ്റാൻഡിലാണ്. ഒരു ഡോറായിട്ട് സങ്കല്പിച്ചിട്ട് ഈ സ്റ്റാൻഡിലാണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ ഡയഗ്രത്തിൽ ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കേണ്ട ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഡയഗ്രത്തിലെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഡോറിലും ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി ഡോറിൽ കട്ട് ചെയ്ത് എടുത്ത സ്ഥലത്ത് നമുക്ക് ലോക്കിൻ്റെ ബോഡിയാണ് വെക്കാനുള്ളത്. ഈ ലോക്കിൻ്റെ ബോഡി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡോറാണോ റൈറ്റ് ഹാൻഡ് ഡോറാണോ എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ആ ലോക്കിൻ്റെ ആ ഒരു ചെറിയ ഇതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ആ ലോക്ക് നിൽക്കുന്നത് ലെഫ്റ്റിലേക്കാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് റൈറ്റിലേക്ക് നേരെ തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോക്ക് ഓപ്പണും ക്ലോസും കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഓപ്പോസിറ്റ് തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ആ ആരോ മാർക്കിന് തൊട്ടപ്പുറത്തുള്ള ആ ഒരു ചെറിയ ക്ലിപ്പ് അതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഈ ലോക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് തിരിച്ച് കഴിഞ്ഞ് നമ്മൾ ഈ കൈയെടുത്ത് ഇങ്ങോട്ട് തന്നെ ഒന്ന് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി. അതായത് ലോക്ക് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഉള്ളത് റൈറ്റ് ഹാൻഡായി മാറി. അപ്പോൾ ഈ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ അത് ശരിയാക്കിയതിന് ശേഷം നമ്മൾ ലോക്കിൻ്റെ ബോഡി ഡോറിൽ ഫിറ്റ് ചെയ്യാണ് ചെയ്യുക. സാധാരണ എല്ലാ ഡോറിലും ലോക്ക് ഫിറ്റ് ചെയ്യുന്നത് സിസ്റ്റം തന്നെയാണ് ഇവിടെയും വരുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അതിനുശേഷം നമ്മൾ മാനുവൽ കീ ഉപയോഗിച്ച് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു കിറ്റ്, ആ കവർ പൊട്ടിച്ചിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാണ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതിനൊരു കീ ഇടുന്ന ഒരു സ്ഥലവും കീ ഇല്ലാത്തൊരു ഭാഗവും വരുന്നുണ്ട്. അപ്പോൾ കീ ഇടുന്ന ഒരു ഭാഗം ഡോറിൻ്റെ പുറത്തേക്കായിട്ട്, ഇപ്പോൾ ഡോറിൻ്റെ 2 വശമാണ് വരിക, ഒന്ന് ഔട്ട്ഡോറും ഒന്ന് ഇൻഡോറും. ഡോറിൻ്റെ പുറത്തേക്കാവുന്ന രീതിയിൽ ആ കീ ഇടുന്ന ഭാഗം പുറത്തേക്കാവുന്ന രീതിയിലാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. അത് അങ്ങനെ വെച്ചതിന് ശേഷം ആ നീളമുള്ളൊരു സ്ക്രൂ ആ പാക്കറ്റിനകത്തിനുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ഹോളിനകത്തൂടെ സ്ക്രൂ ചെയ്യേണ്ടതുണ്ട്. ഈ ഫിറ്റ് ചെയ്തത് ഇപ്പോൾ കറക്റ്റാണോ അല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടെ ഉണ്ടായിരുന്ന ഈ കീ ഉപയോഗിച്ചിട്ട് ഡോർ ലോക്ക് നമുക്ക് ലോക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് നോക്കാം. 2 രീതിയിലും ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇനി ഇതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് 2 സൈഡിലുള്ള ഹാൻഡിലുകൾ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതും ഈ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത് ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഈ ഹാൻഡിൽ നമ്മളൊന്ന് ലെഫ്റ്റ് ആയിട്ടും റൈറ്റ് ആയിട്ടും നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിലൊന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഫിംഗർ വരുന്ന ഈ LCO എന്ന എഴുത്ത് വരുന്ന ഈ ഒരു സൈഡ് അത് ഔട്ട്ഡോറും ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് ഇൻഡോറുമായിട്ടാണ് വരുന്നത്. ഇൻഡോർ ഹാൻഡിലും മറ്റേത് ഔട്ട്ഡോർ ഹാൻഡിലും. ഇപ്പോൾ കണ്ട ഈ ഹാൻഡിൽ എന്ന് വെച്ചാൽ 2 സൈഡിലേക്ക് നമുക്ക് റൊട്ടേറ്റ് ആവുന്നുണ്ട്. ലെഫ്റ്റ് ആയിട്ടും റൈറ്റ് ആയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ അതിങ്ങനെ ബാക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ഇടാനുള്ളൊരു ഹോള് കാണാം. അവിടെ നമുക്ക് ഒരു സ്ക്രൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ടൈറ്റായിട്ട് നിൽക്കും. അതിൻ്റെ സ്ക്രൂ ആ പാക്കറ്റിനകത്ത് വരുന്നുണ്ട്.
ആ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ സ്ക്രൂ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ സ്ക്രൂ നല്ലോണം ടൈറ്റ് ആക്കിയതിന് ശേഷം ഇപ്പോൾ വേണ്ട രണ്ട് സൈഡിലേക്കും തിരിയുന്നില്ല. താഴ്ഭാഗത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് നേരെ മുകൾക്ക് തന്നെ പൊങ്ങി വരുന്നു. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡിലുള്ള ഹാൻഡിലും ഇൻഡോർ ഹാൻഡിലും നമ്മൾ ഇതേപോലെ തന്നെ ഒരു സൈഡിൽ സ്ക്രൂ ടൈറ്റ് ആക്കിയിട്ട് ലെഫ്റ്റോ റൈറ്റോ നമുക്ക് ആവശ്യം ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഈ സ്ക്രൂ വെച്ച് ടൈറ്റ് ആയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഹാൻഡിൽ രണ്ട് സൈഡിലേക്ക് തിരിയുന്നത് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നിൽക്കും. അതിനുശേഷം നമ്മൾ ഈ ഔട്ട്ഡോർ ഹാൻഡിൽ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുക. അതിൻ്റെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും കാണാം രണ്ട് സ്ക്രൂ കാണാം. ഒരു സ്ക്രൂവിൽ ഈ പാക്കറ്റിലുള്ള ഈ രണ്ട് സംഭവങ്ങൾ അതിൽ മാക്സിമം നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് പിടിപ്പിക്കാം. താഴെയും മുകളിലുമായിട്ട് നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് പിടിക്കാം. അതിനുശേഷം നമ്മൾ ഈ പാക്കറ്റിനകത്ത് വരുന്ന ഈ ഒരു റാഡ്, ഈ ഒരു കഷ്ണം, ഈ കമ്പി കഷ്ണം നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് ലെങ്ത്ത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കറക്റ്റ് അളവെടുത്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ. അപ്പോൾ അത് എങ്ങനെ അളവെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കാം. അപ്പോൾ റാഡ് ഇങ്ങനെ വെച്ചിന്, ആ ഒരു കമ്പി കഷ്ണം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഔട്ട്ഡോറിലുള്ള ആ ഒരു ഹാൻഡിൽ മെല്ലെ പിടിപ്പിക്കാം. അതായത് അതിൻ്റെ ഹോള് ശരിക്കും ശ്രദ്ധിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഇപ്പുറത്തെ സൈഡിൽ ആ ഒരു ഡോറിൽ നിന്നും 31 മില്ലിമീറ്റർ, 3 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററും 31 മില്ലിമീറ്ററിൽ മാർക്ക് ചെയ്തിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 31 നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി കട്ട് ചെയ്യുന്നത് ചെറിയ രീതിയിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അതിൻ്റെ കൂടെ ഒരു സ്പ്രിങ് വരുന്നുണ്ട്. മാക്സിമം ആ ഒരു സ്പ്രിങ് ഉപയോഗിക്കാതെ തന്നെ കറക്റ്റ് അളവിൽ 31 മില്ലിമീറ്ററിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണ് ഏറ്റവും പെർഫെക്റ്റ് ആവുന്നത്. അപ്പം ആ രീതിക്ക് തന്നെ അളവെടുത്ത് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കറക്റ്റ് 31 മില്ലിമീറ്ററിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫിറ്റ് ചെയ്ത് രണ്ട് സൈഡിലെ ഹാൻഡിലും ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇൻഡോറിലുള്ള ഹാൻഡിൽ താഴ്ത്തുമ്പോൾ കണ്ടോ, ഔട്ട്ഡോറിലുള്ള ഹാൻഡിലും താഴേക്ക് താവുന്നു. അത് അങ്ങനെയാണ്, ആ റാഡ് കറക്റ്റ് ആയതുകൊണ്ടാണ്. ഔട്ട്ഡോറിലുള്ള ഹാൻഡിൽ താഴോട്ടാക്കുമ്പം ഫിംഗറൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് താഴെ അങ്ങനെ തന്നെ വർക്ക് ചെയ്യുക, താഴ്ഭാഗത്തേക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ ചെയ്യാം. അപ്പോൾ റാഡ് കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലോക്കും അൺലോക്കൊക്കെ ആവുന്നുണ്ട്. ഇനി ഈ കാണുന്ന ഈ ഒരു നോബ് കാണുന്നത് പ്രൈവസി ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനോ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു കഷ്ണം അതും നമ്മൾ ലെങ്ത്ത് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെ അളവ് എന്നുള്ളത് നോക്കാം. ഈ കാണുന്ന ഈ ഒരു സാധനം ഇതാണ് നമുക്ക് പ്രൈവസി ലോക്കിൻ്റെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യാണ്, ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ലെങ്ത്ത് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് അതിൽ പിടിപ്പിക്കാം. അതായത് ഈ സാധനം വെച്ചിട്ട് അപ്പോൾ കറക്റ്റ് ലെങ്ത്ത് ഏത് ലെങ്ത്തിൽ കട്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഡോറിനോട് ചേർത്ത് പിടിക്കാം. ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ സ്ട്രൈറ്റ് ആക്കിയിട്ട് പിടിക്കുക. നേരെ പിടിച്ചതിന് ശേഷം ആ ലോക്കിൻ്റെ കണ്ടോളൂ കേട്ടോ, ലോക്കിൻ്റെ ഈ ഒരു എൻഡിൽ ഈ ഒരു ലെവലിലാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. ആ ഒരു ലെവലിൽ മാർക്ക് ചെയ്തിട്ട് കണ്ടോളൂ, ഇവിടെ ഈ ഒരു ലെവലിൽ ആ ലോക്കിൻ്റെ ലെവലിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യാം. അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആണ് കറക്റ്റായിട്ട് അതിൻ്റെ ലെങ്ത്ത് റെഡി ആവുക. ഇത് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നതെന്ന് വെച്ചാൽ ഓരോ ഡോറിനും ഓരോ തിക്നെസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതനുസരിച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും അത് അങ്ങോട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട്
ഒന്നുകൂടി ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇനി രണ്ട് സൈഡിലെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഹോളിലേക്ക് കയറുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. രണ്ട് പീസ് വരുന്നുണ്ട്. ആദ്യം നമ്മൾ കട്ട് ചെയ്തത് രണ്ടാമത് കട്ട് ചെയ്തതായിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ കറക്റ്റ് ഹോളിലേക്ക് കയറുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ രണ്ടാമത് കട്ട് ചെയ്തത് കറക്റ്റാണോ, ഇപ്പോൾ ഇട്ടത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ താഴ്ത്തുകയും പൊക്കുകയും ചെയ്തപ്പം ലോക്കുകൾ വീഴുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് ഫിക്സ് ചെയ്യാം. ഇനി ഇത് ഫിക്സ് ചെയ്യാനായി ഇപ്പോൾ രണ്ട് ഹാൻഡിലും കൂടി ഒരുമിച്ച് അവിടെ ഫിക്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലെങ്ത്ത് കൂടിയ 2 സ്ക്രൂ വരുന്നുണ്ട്. ആ സ്ക്രൂ നമ്മൾ കട്ട് ചെയ്ത് ഒന്നുകൂടി ചെറുതാക്കേണ്ടതുണ്ട്. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അളവിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഡോറിൻ്റെ തിക്നെസ് ചെറുതായിട്ട് അങ്ങോട്ട് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ 2 സ്ക്രൂ ചെയ്ത് കൊടുക്കാം. താഴ്ഭാഗത്തും മോൾ ഭാഗത്തും എന്ത് ചെയ്യുക, സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. സാധാരണ സ്ക്രൂ ഇട്ട് ടൈറ്റ് ആക്കിയാൽ മതി. 1 സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡോർ ലോക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളെ ഡോർ ലോക്കിൻ്റെ ഫിറ്റിങ്സ് കംപ്ലീറ്റ് ആയി. ഇനി വേറെ പ്രത്യേകിച്ച് ഒരു കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പ്രത്യേകിച്ച് ഒരു സ്ക്രൂ ചെയ്യാനോ കട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡോർ ലോക്ക് ഫിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള സംഭവങ്ങൾ. ഇനിയിപ്പോൾ ഇത് എങ്ങനെ വർക്കിംഗ് ആക്കാം, നമുക്ക് ഫിംഗർ എങ്ങനെ ആഡ് ചെയ്യാം, പാസ്വേഡ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി അടുത്തത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നല്ല 4 ബാറ്ററി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഡൂറസെല്ലിൻ്റെ അൾട്രാ എന്നൊക്കെ പറയുന്ന നല്ല ബാറ്ററിയാണ് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ നല്ല ബാറ്ററി ഇട്ട് കഴിഞ്ഞാലാണ് കുറച്ച് കൂടുതൽ കാലം നമുക്ക് ബാറ്ററി ബാക്കപ്പ് നിൽക്കാം. അപ്പോൾ നമുക്ക് 4 ബാറ്ററി ഇട്ട് കൊടുക്കാം. ബാറ്ററി ഇട്ട് വർക്കിംഗ് ആയിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആരുടെ ഫിംഗർ വെച്ച് കഴിഞ്ഞാലും ഓപ്പൺ ആവുന്ന രീതിയിലാണ് ഇത് വരിക. അപ്പോൾ നമ്മളതിന് പാസ്വേഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആരൊക്കെ ഫിംഗർ വെച്ചാൽ വർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലോക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇതിന് ഫിംഗർ പാസ്വേഡ് കാര്യങ്ങൾ NFC കാർഡ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ സെറ്റിങ്സ് കയറാനും മെനു ഒക്കെ നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ കാണിക്കും, *##. അപ്പോൾ അഡ്മിൻ ആഡ് ചെയ്യാനാണ് പറയുന്നത്. ഇത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു നമ്പറാണ്. അപ്പോൾ നമുക്ക് മാത്രം അറിയുന്ന ഒരു നമ്പർ സെറ്റ് ചെയ്യുക. അപ്പോൾ ഫോണിന് പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ. ഇപ്പോൾ വേണമെങ്കിൽ ഞാനിവിടെ 4, 5, 6, 7, 8, 9 എന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തു. എന്നിട്ട് # എന്ന് ക്ലിക്ക് ചെയ്യാം. വീണ്ടും ഒരു കൺഫർമേഷൻ ചോദിക്കുകയാണ്. അപ്പോൾ 4, 5, 6, 7, 8, 9 #. സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫിംഗർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. അതിന് വോയിസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആഡ് യൂസർ എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഫിംഗർ വെക്കുക. എൻ്റർ അഗെയിൻ. ഇപ്പോൾ 5-6 പ്രാവശ്യം വെച്ച് കൺഫേം ആയതിനു ശേഷമാണ് നമ്മൾ ഒരു യൂസർ ആഡ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ഇനി രണ്ടാമത്തെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ആൾ വരല്. ഇപ്പോൾ 2 ആൾക്കാരുടെ ഫിംഗറാണ് ആഡ് ആയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ കാർഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കാർഡ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു കാർഡ് ആഡായി. ഇനി നമുക്ക് രണ്ടാമത്തെ കാർഡ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ
അങ്ങനെ അപ്പോൾ നമ്മൾ 2 കാർഡും ആഡായി, വേറെ 2 ഫിംഗറും ആഡായി. ഈ നമ്പർ ലോക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ടൈപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്ന നമ്പർ ഒരു 147,896 എന്നിട്ട് ഹാഷ് ക്ലിക്ക് ചെയ്തു. അതിൻ്റെ കൺഫർമേഷൻ ചോദിക്കണം. 147,896 ഹാഷ്. ഓക്കെ എന്നുള്ളതാണ്. ഈ ഓക്കെ എന്നുള്ളതിനാണ് നമ്മൾ ഹാഷ് ക്ലിക്ക് ചെയ്യുന്നത്. ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ആഡ് ചെയ്ത് ഇപ്പോൾ എല്ലാം എക്സിറ്റായി. നമ്മൾ ആഡ് ചെയ്തൊക്കെ കറക്റ്റ് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാർഡ് വെച്ചിട്ട് ലോക്ക് ഓപ്പൺ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് ലോക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് കാർഡ് വെച്ചിട്ട് കാർഡ് വെച്ചപ്പോൾ ഓപ്പണായി. അതല്ലാത്ത സമയത്ത് അപ്പോൾ ഒന്നും വെക്കാതെ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ കാർഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡ് 147,896 ഹാഷ്. എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഈ ലോക്ക് എന്ത് ചെയ്യാണ്, മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കണക്ട് ചെയ്ത് മൊബൈൽ വഴി ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ള സെറ്റപ്പ് നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. സ്മാർട്ട് ലൈഫ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് വേണ്ടത്. എന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മെനുവിൽ കയറാം, ലോക്കിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോക്കിൽ നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും, നമ്പർ വരും. സ്റ്റാറും ഹാഷും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അഡ്മിൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തത് 4567789 എന്നായിരുന്നു. എന്നിട്ട് ഓക്കെ ഹാഷ് എന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ പറയുന്ന വോയിസ് ശ്രദ്ധിക്കാം. വയർലെസ് സെറ്റിങ്സ് ആണ് ഒന്നാമത് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആഡ് മൊഡ്യൂൾ, അതാണ് നമുക്ക് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ അത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ കൊണ്ട് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ പ്ലസ് ക്ലിക്ക് ചെയ്യുക, ആഡ് ഡിവൈസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ക്യാമറ ആൻഡ് ലോക്ക് എന്ന്. അത് ക്ലിക്ക് ചെയ്യാം. അവിടെ ലോക്ക് എന്ന് കാണാം. ആ ലോക്ക് സെലക്ട് ചെയ്യുക. അതിലൊരു ടിക്ക് ചെയ്യാനായിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് അവിടെ വൈഫൈ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ വരും. അതാ സ്മാർട്ട് ലോക്ക് എന്ന് കാണിക്കുന്നുണ്ട്. ഡണ്ണ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ക്യാമറ അല്ല നമ്മുടെ ലോക്ക് നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ വേണ്ടിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോണിലേക്ക് ആപ്ലിക്കേഷനിലേക്ക് OTP വരുന്ന സെറ്റപ്പ് എങ്ങനെയാണുള്ളത്. ഇപ്പോൾ ഇതിലൊരു ബെൽ സ്വിച്ച് കാണാം. ഇപ്പോൾ ഈ ബെല്ല് കാണാം. ഈ ബെല്ലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിങ് കേൾക്കാം. അതേസമയത്ത് നമ്മൾ ഫോണിലേക്ക്, അത് വീടിന് പുറത്ത് പോയ നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. ഈ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഡോറ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലോക്ക് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷനായി. അപ്പോൾ എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ഓപ്പൺ ചെയ്യാം. അങ്ങനെയാണ് ഒരു മെത്തേഡ്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷനകത്ത് OTP ടെമ്പററി പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് വൺ ടൈം പാസ്വേഡ്, ഈ വൺ ടൈം പാസ്വേഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഒബ്റ്റെയിൻ പാസ്വേഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും ഈ കോഡ് കോപ്പി ചെയ്യാം. ഈ കോപ്പി ചെയ്തിട്ട് നമുക്ക് അവർക്ക്, അതായത് ഗസ്റ്റായി വന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വാട്സപ്പിലോ മറ്റുള്ളവരും സെൻഡ് ചെയ്ത് കൊടുത്ത്, അല്ലെങ്കിൽ ഇവർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കാണിക്കുന്ന നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 8607585326 എന്നിട്ട് ഹാഷ് കൊടുക്കാം. ഹാഷ് കൊടുത്താൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ രീതിയിലൊക്കെ ഡോർ അൺലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാനുവൽ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അൺലോക്ക് ചെയ്യാം. കൂടാതെ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്. അതായത് ബാറ്ററി വീക്കാവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീടിന് വെളിയിൽ നിന്ന് നമുക്ക് അതിലേക്കൊരു പവർ ബാങ്കോ ഒരു 5 വോൾട്ടിൻ്റെ DC മൊബൈൽ ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റും പാസ്വേഡും കാർഡും എല്ലാം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡോർ അൺലോക്ക് ചെയ്യാം.